പണ്ടൊരു രാജാവ് യാത്രക്കിറങ്ങിയപ്പോൾ കോങ്കണ്ണുള്ള ഒരാളെ കണി കണ്ടു. രാജാവിന് വലിയ ദേഷ്യമായി. ശകുനപ്പിഴയായല്ലോ എന്ന് വിചാരിച്ച് അയാളെ ജയിലിലടയ്ക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു. എന്നിട്ട് യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴാണ് അദ്ദേഹത്തെ തുറന്നു വിട്ടത്. എല്ലാം കഴിഞ്ഞപ്പോൾ കോങ്കണ്ണുള്ള ആ സാധുവായ മനുഷ്യൻ രാജാവിനടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, മഹാരാജാവേ, അങ്ങയുടെ യാത്രയിൽ ഇന്ന് വല്ലതും സംഭവിച്ചുവോ? രാജാവ് പറഞ്ഞു, ഓ ഇല്ല, എല്ലാം ശുഭകരമായിരുന്നു, മംഗളകരമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം രാജാവിനോട് പറഞ്ഞു, എന്നാൽ ഞാനിന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണി കണ്ടത് മഹാരാജാവിനെയാണ്. പക്ഷേ എൻ്റെ ഇന്നത്തെ ദിവസം ആകെ നാശമായിരുന്നു. ജയിലിൽ കിടക്കേണ്ടി വന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, രാജാവിൻ്റെ കോപമേൽക്കേണ്ടി വന്നു. എല്ലാം കൊണ്ടും വളരെ മോശമായ ദിവസമായിരുന്നു. പക്ഷേ അങ്ങ് എന്നെയാണ് കണി കണ്ടത്, ഒരു കുഴപ്പവും അങ്ങേക്ക് സംഭവിച്ചതുമില്ല. അപ്പം നമ്മിൽ ആരാണ് മോശക്കാരൻ? ആർക്കാണ് ശകുനമുള്ളത്? അങ്ങയ്ക്കാണോ എനിക്കാണോ? പ്രിയപ്പെട്ടവരെ, ചിലരങ്ങനെയാണ്. ഒരു യാത്ര പുറപ്പെടുമ്പോൾ ഒരു പൂച്ച വട്ടം ചാടിയാൽ മതി, തീർന്നു. അന്നത്തെ ദിവസം ശകുനപ്പിഴയായി കണ്ട് തിരിച്ചു മടങ്ങുന്നവർ ഇന്നുമുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ശകുനപ്പിഴയില്ല. പ്രത്യേകിച്ച് സഫർ മാസത്തിലാണല്ലോ നാം ഇപ്പോൾ ഉള്ളത്. സഫർ മാസം ഒന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല, ഒരു കച്ചവടം തുടങ്ങാൻ പറ്റിയ മാസമല്ല, ഒരു വിവാഹാലോചന നടത്താൻ പറ്റിയ മാസമല്ല, വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായാലും കയറിക്കൂടാൻ പറ്റിയ മാസമല്ലെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നവരുണ്ട്. അതൊരു മോശപ്പെട്ട മാസമായിട്ട്. അള്ളാഹുവിൻ്റെ ദൂതർ പറഞ്ഞു, സഫറിനൊരു കുഴപ്പമില്ല. അതുകൊണ്ടാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയെ അലി റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ സഫർ മാസമാണ് ഉപയോഗപ്പെടുത്തിയത് എന്ന് ഓർക്കുമ്പോൾ സഫറിന് ഒരു കുഴപ്പമില്ല എന്ന് പറയുക മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ അത് ജീവിതത്തിൽ കാണിച്ചു തരികയും ചെയ്തു.